അതിമനോഹരം, അതിമനോഹരം തന്നെ. ഈ അപ്സരസുകൾ വളരെ ദൈവികമായ നൃത്തം തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ നൃത്തം മാത്രമല്ല ദൈവികമായിട്ടുള്ളത് ദേവേന്ദ്ര. ഈ അത്ഭുത ശക്തിയുള്ള പഴച്ചാറാണ് എല്ലാത്തിനും ദൈവിക ശക്തി നൽകുന്നത്. ആരവിടെ? എന്റെ പാനപാത്രം ഉടൻ തന്നെ നിറയ്ക്കുവിൻ. ക്ഷമിക്കണം ദേവേന്ദ്ര, ഈ പാത്രത്തിൽ ഇനിയൊരു തുള്ളി പോലുമില്ല. എന്നാൽ ഇനിയുള്ളതിൽ നിന്നും കൊണ്ടുവരൂ. ഇനി ബാക്കി ഒന്നുമില്ല. എന്ത്? എനിക്ക് ഇനിയും പഴച്ചാറ് കൊണ്ടുതരില്ലേ എന്റെ പ്രിയപ്പെട്ട ദേവേന്ദ്ര? പക്ഷേ അത് ഒരു പ്രത്യേകതരം ഈന്തപ്പനയിൽ നിന്നും ഉണ്ടാക്കുന്ന പഴച്ചാറാണ് ദേവി. നമുക്കുറപ്പുണ്ട് നമ്മുടെ പക്കലുള്ള മറ്റു പഴച്ചാറുകൾ ദേവിക്ക് തീർച്ചയായും ഇഷ്ടമാവുമെന്ന്. പക്ഷേ ഈ പഴച്ചാറ് താലവാൻ തോട്ടത്തിലേതാണ്. കംസന്റെ തോട്ടമാണത്. ആ തോട്ടത്തിന് കാവൽ നിൽക്കുന്നത് ധേനുകാസുരനാണ്. തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട നാഥനായ ഇന്ദ്രദേവൻ തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിനൊരു രാക്ഷസൻ തടസ്സമായി നിൽക്കാൻ അനുവദിക്കരുത്. തീർച്ചയായുമില്ല. ഞാൻ നിനക്ക് വേണ്ടി താലവാൻ തോട്ടത്തിൽ പോയി ആവശ്യമുള്ള പഴച്ചാറുകൾ ശേഖരിച്ചു കൊണ്ടുവരുന്നതാണ്. അവിടെയാണത്. ഏയ്, കംസ മഹാരാജാവിന്റെ വേലക്കാർ ഇപ്പോൾ ഇവിടെ എത്തും ഈ പഴച്ചാറ് കൊണ്ടുപോകാനായി. എന്നാൽ നമുക്കിനി സമയമില്ല. വേഗം കുറച്ച് കുടിക്കാം. നമ്മളിത് മുഴുവൻ കുടിച്ചു തീർത്ത് കംസ മഹാരാജാവ് പെട്ടെന്ന് ഇവിടെ വന്നാൽ നമ്മളൊന്നും ശേഖരിച്ചു വെച്ചില്ലെന്ന് കണ്ടാൽ നമ്മുടെ രക്തം കൊണ്ട് ഈ കലങ്ങൾ മുഴുവൻ നിറയ്ക്കും. ആ മണ്ടന്മാർ അത് മുഴുവൻ കുടിച്ചു തീർക്കുന്നതിന് മുമ്പ് നമുക്കതിൽ നിന്നും കുറച്ച് കൈക്കലാക്കിയേ പറ്റൂ. നമുക്കവരുടെ ദിശ തിരിച്ചു കളയാം ദേവേന്ദ്ര. അവരെത്തിക്കഴിഞ്ഞു. വാ. കംസന്റെ പഴച്ചാറുകൾ കൈക്കലാക്കുന്നത് ഇത്ര എളുപ്പമാണെന്ന് നാം കരുതിയതേയില്ല. കംസ രാജാവിന് വേണ്ടി നിറച്ചു വെച്ച പഴച്ചാറ് മോഷ്ടിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എന്തൊക്കെ ആയുധങ്ങൾ പ്രയോഗിച്ചാലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ദേവേന്ദ്ര. സാധിക്കില്ലായിരിക്കാം രേണുകാസുര, പക്ഷേ ഇന്ദ്രന്റെ മിന്നലിന് തീർച്ചയായും സാധിക്കും. നിന്റെ സംഗീതം ഈ പക്ഷി മൃഗാദികളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കൃഷ്ണ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ വേണ്ടേ? ഈ മൂളൽ കൊണ്ട് നീ അതാണോ പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് പശുവിനെ പോലെ കരയാൻ അറിയും കൃഷ്ണ. എനിക്കും അതുപോലെ ശബ്ദമുണ്ടാക്കാൻ അറിയാം. ഞാൻ അണ്ണാനെ പോലെ ചിലയ്ക്കും.
ഹേയ്. ആ? 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 അതെ, ഒരു കടുവയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ആ ശബ്ദം അവിടെ നിന്നാ വന്നത്. അല്ല, ശബ്ദം അവിടെ നിന്നാ കേട്ടത്. അത് അടുത്ത് വരികയാണെന്ന് തോന്നുന്നു. അല്ലേ കൃഷ്ണ? അതെ, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ആ, നമുക്ക് പോയി കളിക്കാം. എനിക്ക് തോന്നുന്നു അത് അവിടെ ഉണ്ടെന്ന്. കൃഷ്ണനാണിത്. അപ്പം നീയാണല്ലേ ആ ഭീകരനായ കടുവ? ആരാണ് കൂടുതൽ ഭീകരനെന്ന് നോക്കാം. ഈ കുട്ടികളുടെ വികൃതി കണ്ടില്ലേ? ഇപ്പോഴും കളിച്ചോണ്ടേയിരിക്കും. ജോലി ചെയ്യാൻ നമ്മളും. എല്ലാം കൃഷ്ണന്റെ പണിയാ. വെണ്ണ മോഷ്ടിക്കാത്ത സമയത്ത് അവൻ വികൃതി കളിച്ചുകൊണ്ടിരിക്കും. ഏതോ നല്ല പഴത്തിന്റെ വാസനയാ അത്. ഈ പഴത്തിന് പോലും അത്ര വാസന വരുന്നില്ലല്ലോ. വേണ്ട, നോക്ക്, ഇതിന്റെ അടുത്ത് പോലും പോവരുത് എന്ന് യശോദമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് രേണുകാസുരന്റെ തോട്ടമാ. ഇതിന്റെ അകത്ത് കയറിയാൽ അവൻ നമ്മളോട് തലവെട്ടും. വേണ്ട. നീയാ ജയിച്ചത്. മതിയില്ലേ ശ്രീത? മതി, വല്ലാത്ത ക്ഷീണം. അതെ, അതുപോലെ എനിക്കും. നന്ദി. ഞങ്ങളോട് മല്ല് പിടിച്ച് നീ തളർന്നിട്ടുണ്ടാവും അല്ലേ കൃഷ്ണ? വാ, ഞങ്ങൾ നിന്റെ കാലമർത്തട്ടെ. എന്താണ് ആ വാസന? മാമ്പഴത്തേക്കാൾ നല്ല വാസന. മധുവിന്റെ മൂക്കിന് മണം പിടിക്കാൻ അറിയാം. നല്ല വാസന വരുന്നുണ്ട്. അതെവിടുന്നാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് വയറ് നിറച്ച് കഴിക്കാം. വിഷമിക്കണ്ട സുബല, ഈ വാസന നിന്റെ വയറിനെയും ആകർഷിച്ചിരിക്കും. ഞാൻ പോയി അവരെ അന്വേഷിച്ചിട്ട് വരാം. മണം പിടിച്ചു പോയാൽ നമുക്ക് അവരുള്ള സ്ഥലം കണ്ടുപിടിക്കാനാവും. എന്റെ വയറും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ആരോ വരുന്നുണ്ട്. അത് രേണുകാസുരനാ. അവർ താലവാനിലേക്കാ പോകുന്നത്. അവരെ എങ്ങനെങ്കിലും തടയണം. ഏയ് മഠയാ, കംസന്റെ പഴച്ചാറാണ് നീ നശിപ്പിച്ചത്. കംസന്റെ സേവകൻ പറഞ്ഞത് ശരിയാണ്. താലവാന്റെ വിശേഷപ്പെട്ട പഴച്ചാറ് നാം പാഴാക്കാൻ പാടില്ല.
കംസനോട് വിഷമിക്കേണ്ടെന്ന് പറയൂ. അദ്ദേഹത്തിന്റെ പഴച്ചാറ് സുരക്ഷിതമാണ് എന്റെ വയറ്റിനകത്ത്. ഈ സ്ഥലം കണ്ടു പരിചയമുണ്ട്. പശുക്കളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പോയേ പറ്റൂ. അവർ താഴെ വീണ പഴങ്ങൾ കഴിക്കുക. എന്നാ വേഗം പോകാം. അതായത് അവർ പഴം തിന്നുന്നതിന് മുൻപ്. കൃഷ്ണ, ബലരാമ, നിക്ക്. അത് രാക്ഷസനാ, രേണുക. എന്നാ പിന്നെ ഇത് രാക്ഷസന്റേതാ. എന്റെ വിശപ്പ് മുഴുവൻ പോയിന്നാ തോന്നുന്നു. നിക്ക്, ആദ്യം പശുക്കളെ കൊണ്ടുപോകണം. ബലരാമൻ പറഞ്ഞത് ശരിയാ. അപ്പൊ നമ്മളുടെ തല നഷ്ടപ്പെട്ടാലോ? അതിനു മുമ്പ് നമുക്ക് ആ മധുരമുള്ള പഴം തിന്നു നോക്കാം. എനിക്ക് കൊതിയായിട്ട് വയ്യ. നീ പേടിക്കണ്ട സുബല. നമ്മളെ മരിക്കാൻ കൃഷ്ണൻ വിടില്ല. രേണുകൻ ശക്തനായിരിക്കാം, പക്ഷേ കൃഷ്ണന് ലോകത്തിലെ എല്ലാ രാക്ഷസന്മാരെയും കൊല്ലാനുള്ള ശക്തിയുണ്ട്. സുബല, വിഷമിക്കണ്ട. പശുക്കളെ കിട്ടും. ബാക്കിയുള്ളവർ നമുക്ക് ആവശ്യമുള്ളത്ര പഴങ്ങൾ ശേഖരിക്കണം. അവരാപത്തിലാണ്. നമുക്ക് യശോദമ്മയോട് പറയാം. ദാദി, രേണുക വരുന്നുണ്ടോന്ന് നോക്ക്. ആ രാക്ഷസൻ ഇതുവഴി വരാതെ സൂക്ഷിക്കണം. ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് ആ പഴത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പഴം പറിക്കാൻ എത്തിയില്ലെങ്കിൽ പഴം നമ്മുടെ കൈകളിലേക്ക് എത്തണം. ആരാണത്? ആരോ തോട്ടത്തിൽ കടന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. കൊള്ളാം. പഴച്ചാറ് കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വിശക്കുന്നു. പേടിക്കണ്ട, അത് വട്ടുപിടിച്ച ഒരു കുരങ്ങന. രേണുകയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ അവൻ ഇനിയും ഭ്രാന്ത് പിടിക്കും. വൃത്തികെട്ട മൃഗമേ, കംസന്റെ പഴം മോഷ്ടിച്ചതിന് നിന്നെ ഞാൻ കൊല്ലും. പിടിക്കവനെ. ദാദി നമ്മോട് എന്തോ പറയുകയാണ്. ഇവന് പഴം വേണമെന്ന് തോന്നുന്നു. ഇത് കംസ മഹാരാജാവിന്റെ തോട്ടമാണ്. അദ്ദേഹത്തിന്റെ പഴങ്ങൾ മോഷ്ടിച്ചതിന് നിങ്ങൾ കടുത്ത ശിക്ഷ അനുഭവിക്കും. ഞങ്ങൾ വിശന്നിരിക്കുന്ന ഗോപാലകരാ. കംസന് ചാറു പിഴിഞ്ഞു കുടിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ പഴങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടതും. അനുവാദമില്ലാതെ അകത്ത് കടന്നതിന് നിങ്ങൾ കൂടുതൽ ശിക്ഷ അനുഭവിക്കും. കംസൻ എന്ത് അധികാരമാണുള്ളത്? ഈ മരത്തിന് ചുറ്റും വേലി കെട്ടാനും സ്വന്തമാണെന്ന് പറയാനും. ഈ സ്ഥലം വൃന്ദാവനത്തിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കംസന്റെ ഈ തോട്ടം ഭാഗിച്ചെടുക്കാം. ഇവർക്ക് വാട്ട. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ ശിക്ഷ കിട്ടും.
അത് നിങ്ങൾക്കായിരിക്കും. രാധേ, ലളിതേ, എന്താണുണ്ടായത്? പശുക്കൾ അവൻ താലവാറിനെ അകത്തു കടന്നിരിക്കുന്നു. കൃഷ്ണനും മറ്റു കുട്ടികളും അവരെ തേടി തോട്ടത്തിൽ പോയി. ആ? രേണുകാസുരൻ! കംസന്റെ പഴങ്ങൾ മോഷ്ടിച്ചതിന് നിങ്ങളെ ഞാൻ എന്റെ കാലിനടിയിലിട്ട് ചവിട്ടി അരച്ച് ചാറ് വിഴിയും. മനസ്സിലായോ? അതിനെ വിടരുത് കൃഷ്ണ, അതിനെ കൊല്ല് വേഗം. അയ്യോ, കണ്ടോ, ആ രാക്ഷസൻ കൃഷ്ണനെ കൊല്ലുന്നു. നമ്മളും ചാവും. എന്താണ് ഭീകരമായൊരു ശബ്ദം കേൾക്കുന്നത്? അയ്യോ, ക്രൂരനായ ആ മൃഗം എന്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ! വേഗം! നിങ്ങളുടെ നീല നിറമുള്ള സുഹൃത്തിനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. കണ്ടോ? കൃഷ്ണനോ? അവൻ ഞങ്ങളെ രക്ഷിക്കായിരുന്നില്ല, നിന്റെ കൂടെ കളിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് നിന്നെ പേടിയില്ല. എന്നാൽ എന്റെ കോപത്തിന് ആദ്യം ബലിയാടാവുന്നത് നീ ആയിരിക്കും. ഇത് ചത്തുപോയോ? അതെ, തീർച്ചയായും. വൃന്ദാവനത്തിലെ ഏറ്റവും നല്ല മല്ലയുദ്ധക്കാരനാണിവൻ. നമ്മുടെ മല്ലയുദ്ധം ഇനിയും കഴിഞ്ഞിട്ടില്ല കൃഷ്ണ. നിന്റെ ഭാഗ്യം കൊണ്ടൊരു പക്ഷേ നിനക്ക് രേണുകാസുരനെ വധിക്കാൻ കഴിഞ്ഞിരിക്കാം. പക്ഷേ നിന്റെ കഷ്ടകാലം ഇനി ആരംഭിക്കാൻ പോവുകയാണ്. ആരെയും വിടരുത്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കൃഷ്ണനെ തനിച്ച് ആ രാക്ഷസന്റെ കൂടെ വിട്ടിട്ട് വന്നത് എന്തിനാണ്? ആ, നമ്മോട് കളിക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കണം. ആക്രമിക്ക്, വിടരുത്, അവരെ വിടരുത്.
എന്റെ കൃഷ്ണൻ എവിടെയാണ്? ഞാൻ ഇവിടെയുണ്ടമ്മേ. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പഴം പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കംസന്റെ തോട്ടമാണല്ലോ. ഇനി അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്. ഇതാ എടുത്തോളൂ.